ഇങ്ങനെ ഒരു ഉരുള നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മാങ്ങകളൊക്കെ ഭരണിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഒളിവിലായിരുന്ന മാങ്ങകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ ആഹാ, ആ മാങ്ങാച്ചൊണയുടെയും ഉപ്പുനീരൊക്കെ ചേർന്ന മാങ്ങയുടെ വാസനയുണ്ടല്ലോ, അടിപൊളി. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഞെക്കി ഞരടി ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ ഇടികളിലോ ഒക്കെ ചതയ്ക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. അങ്ങനെ നമ്മൾ വിജയകരമായി മാങ്ങാണ്ടിയൊക്കെ മാറ്റിക്കളഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക്, പച്ചയും പഴുത്തതും ഒക്കെ എടുക്കാം. ഒരു 6 എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചിടാം. ചതച്ചെടുത്ത കാന്താരി മുളക് നമ്മൾ നേരെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു മാങ്ങയ്ക്ക് എക്സ്ട്രാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരുപാട് ആവരുത്, ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഞെരടാം. നമ്മളിതിൽ ഉപ്പ് ചേർക്കരുത്, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഉപ്പുമാങ്ങ വെച്ചാണ്. നല്ലതുപോലെ ഒന്ന് ഞെരടി കൂട്ടാം. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ ഒന്നും കൂടി ഒന്ന് അലിയുന്ന പരുവത്തിലെത്തും. പക്ഷെ ക്ഷമയില്ലാത്തത് കൊണ്ടും കൊതി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഇനിയത്തെ ചടങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. എന്താന്നല്ലേ, നല്ല ചൂട് ചോറിലേക്ക് നമ്മൾ നേരത്തെ ഞെരടി വെച്ച ഉപ്പുമാങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. ഇനി ചോറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്പണം. അതിനുശേഷം ഒരു ഉരുള കഴിച്ചു നോക്കൂ. ഇത്രയും രുചിയേറിയ ഒരു ഭക്ഷണം നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ പല ഭക്ഷണവും കഴിക്കാറുണ്ട്, പക്ഷെ ചില ഭക്ഷണങ്ങൾ ഒരു നൊസ്റ്റാൾജിയ കൂടെയാണ് അല്ലേ?